ഇന്ന് ഞങ്ങളൊരു സ്ഥലത്ത് പോവാണേ. പോകുന്ന സ്ഥലം ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഇവിടെ വന്നടിക്കും. നമ്മളെ പെരുന്നാക്ക് നടത്താന്ന് വെച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടില്ലായിരുന്നു, 3-4 ആൾക്കാർ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത്. നമ്മൾ ഉമ്മയും മക്കളും കൂടെ അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഇനിയിപ്പോ വലിയ പെരുന്നാളുടെ മുന്നെങ്കിലും ഇത് കൊടുക്കണ്ടോ. വലിയ ഗിഫ്റ്റ് ഒന്നും അല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഗിഫ്റ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഒന്നും കൂടെ നമ്മൾ കോഴിക്കോട് പോകണം. നമ്മളാണെങ്കിൽ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയായപ്പത്തിനും ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, മേലെ പോയിട്ട് ഓരോരോ ബിരിയാണി വാങ്ങിച്ചു വെച്ചു. ഇന്ന് ബസ്സിലിരുന്ന് കഴിക്കാൻ ഈ നെല്ലിക്കൊപ്പിലിട്ടതും ഈ ഷോബാസും മേടിച്ചു. സത്യം പറഞ്ഞ ഈ ഷോബാസൊക്കെ ഞാൻ എന്നോ കഴിച്ചതാ. അപ്പൊ കണ്ടപ്പോ കൊതിയായും കൊണ്ട് മേടിച്ചതാണ്. പണ്ട് ഇത് കഴിക്കാതിരിക്കാൻ വേണ്ടി ഉമ്മ പല കെട്ടുകഥകൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ കണ്ണും വെട്ടിച്ച് കഴിക്കായിരുന്നു കേട്ടോ. ജന്നൂന് എന്തായാലും ഈ കഥകളും അറിയില്ല, അതെന്താന്നും അറിയില്ല. അതുകൊണ്ട് ബസ് കയറിയപ്പോഴേ ഓഫായി പോയി. 2 ദിവസം കൂടുമ്പോ കോഴിക്കോട് പോയി വരികയാണെങ്കിൽ അവിടെ തന്നെ നിന്നൂടെ നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നും. പക്ഷെ നിങ്ങൾ ചോദിക്കരുത്. നമ്മൾ ചുരം എത്തിയപ്പോ അവിടെ കോടമഞ്ഞായിട്ട് ആകെ മൂടിക്കിടക്കായിരുന്നേ. അപ്പൊ പിന്നെ അവിടുത്തെ ക്ലൈമറ്റിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. അവിടെ കുറച്ചു നേരം ഇറങ്ങി നിന്നാലോ എന്നൊക്കെ തോന്നും. ഇന്നെന്തായാലും ഇവിടെ ഇറങ്ങി നിൽക്കാനുള്ള ഒരു നിവൃത്തിയില്ല. ചുരത്തുമ്പോ നല്ല കൂളായിട്ട് വന്ന നമ്മള് താഴെത്തിയപ്പോ വെയിലുണ്ട് കരിഞ്ഞുപോയി. ചുരം കഴിഞ്ഞപ്പോഴേ ഇവിടെ ഒരാളുടെ ഉറക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താമരശ്ശേരി എത്തിയപ്പോഴേ ഷൂ ഒക്കെ ഇട്ട് സെറ്റായി. നമുക്കല്ലേ അറിയുള്ളൂ ഇനിയും മുന്നോട്ട് പോകാണ്ടെന്ന്. അതുകൊണ്ട് കുറച്ച് ചിപ്സ് ഒക്കെ കഴിക്കാം. എടാ ഇവന്റെ ഉറക്കം മുഴുവൻ കഴിഞ്ഞില്ലായിരുന്നു തോന്നുന്നു. ചെക്കൻ വേറെ ഏതോ ലോകത്താണ്. പിന്നെ എന്റെ ക്യാമറ വേണ്ടി വന്നു ഓനൊന്ന് ഉളർത്താൻ. അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ആ നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നത്. അപ്പൊ ഓക്കെടാ, ബാക്കി നാളെ കാണാട്ടോ.